ഹലോ, ഞാൻ നിങ്ങളുടെ അയാനാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എടി, എപ്പോഴാണിൽ വരുന്നത്? ഉച്ച കഴിയുമ്പോൾ വരും. ഇങ്ങോട്ട് എത്തിയേക്കാന്നാ പറഞ്ഞേ. എന്ത് ചെയ്യാനാ, കിടപ്പിലായി പോയില്ലേ? എല്ലാം ശരിയാവും എടി. ഇനി എന്താ ചേച്ചിക്കും അമ്മയ്ക്കും ഞാൻ ബുദ്ധിമുട്ടായി, അല്ലാതെ എന്താ. എടി, എൻ്റെ ഭർത്താവ് സജീവേട്ടൻ മരിച്ചപ്പോൾ ഞാൻ ആകെ തകർന്നു പോയതല്ലേ. ഇപ്പം ഞാൻ ഓക്കെ അല്ലേ? നിൻ്റെയും ഡോക്ടർ റെഡിയാക്കും, സമയമെടുക്കുമെന്നല്ലേ പറഞ്ഞുള്ളൂ. എത്ര പൈസയായാലും ചേച്ചി നോക്കും. എനിക്ക് സ്കൂളിൽ ജോലിയുള്ളത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ചേച്ചി എന്നൊക്കെ ജീവിതം കളയാൻ നിൽക്കണ്ട, ഒരു കല്യാണം കൂടി കഴിക്കും പ്ലീസ്. എത്രയായി ഞാനും അമ്മയും പറയുന്നു. അമ്മയ്ക്കും വയ്യാതായിക്കൊണ്ടിരിക്കുക. ഇനി അല്ലേട്ടൻ ദുബായിൽ നിന്ന് നിർത്തി വരിക. ഏട്ടൻ നോക്കിക്കോളും. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ജീവിതം കളയരുത്. പൊടി, എനിക്കിനൊരു ജീവിതമില്ല. ഒരു മാസം പോലും എനിക്ക് സജീവട്ടം കൂടെ ജീവിക്കാനായില്ല. പിന്നെ നിന്നെ അമ്മയെ ഇങ്ങനെയൊക്കെ ആക്കി എനിക്കിപ്പോൾ ഒന്നിനും വിശ്വാസമില്ലടി. ആരെയും ഭയവും ഇല്ല മോളെ. ചേച്ചി പോയി കഞ്ഞി എടുത്തു വരാം. അശ്വതിയുടെ കഥയാണിത്. വീട്ടിൽ അവളും അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അശ്വതിയുടെ വിവാഹം കഴിഞ്ഞ് വർഷമായി. അവൾ തന്നെ കഷ്ടപ്പെട്ട എല്ലാം നടത്തിയത്. അവൾക്ക് നല്ല ഗവൺമെൻറ് ജോലിയുണ്ട്, ടീച്ചറാണ്. LP സ്കൂൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 100 മീറ്റർ അപ്പുറം. ഭർത്താവ് സജീവൻ ദുബായിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അവിടെ ഒരു ആക്സിഡൻറ്റിൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകും മുമ്പേ ആൾ മരിച്ചുപോയി. അമ്മ സുനിത എല്ലാ സുഖങ്ങളും ഉണ്ട്. പ്രഷറും ഷുഗറും ഈയിടെ ശ്വാസം മുട്ടലും കൂടുതലാണ്. എല്ലാവരും നോക്കുന്നതും അശ്വതിയാണ്. പിന്നെ അനിയത്തി മീര, അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസമായിട്ടുള്ളൂ. കുറച്ചധികം ലോൺ എടുത്തിട്ടാണ് അശ്വതി വിവാഹം കഴിപ്പിച്ചത്. ഭർത്താവ് അന്ന് ദുബായിൽ ഇലക്ട്രീഷ്യനാണ്. വിവാഹം കഴിഞ്ഞ് ഒരു മാസം ലീവ് കഴിഞ്ഞ് പോയതാണ്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീട്ടിൽ വെച്ച് മീരയൊന്ന് വീണു. പിന്നെ നടുവേദന കൂടി വന്നു. പിന്നെയാണ് പല ടെസ്റ്റ് ചെയ്തും അത് ക്യാൻസറിൻ്റെ 3rd സ്റ്റേജാണെന്ന് മനസ്സിലായത്. വീണത് കൊണ്ട് ഉള്ളതാ വേദന എന്ന ആദ്യം തോന്നി. പക്ഷേ അത് ക്യാൻസർ കാരണമായിരുന്നു. അറിഞ്ഞപ്പോൾ വളരെ വൈകി. അശ്വതി പക്ഷേ ഇത് അനിലുമായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്യാൻസർ തുടക്കമാണെന്ന് മാത്രം അനിലും അശ്വതിയും അവളെ അറിയിച്ചിട്ടുള്ളൂ. എത്ര കാലം അവൾ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അവിടെയുള്ള ജോലി നിർത്തി നാട്ടിലേക്ക് അന്യന്ന് വരുന്നത്. മീരയെ കാണാൻ ഇരുനിറ, അങ്ങനെ മെലിഞ്ഞ ശരീരം, പ്രായം ഒരു 25. അയാളും ഇരുനിറം തന്നെയാണ്. കാണാൻ ഭാഗത്തും തടിയൊക്കെ ഉണ്ട്. ഒരു 28 ഉണ്ട് പ്രായം. വീട്ടിലയാളുടെ ചേട്ടനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവരുമായിട്ട് അത്ര നല്ല അടുപ്പത്തിലൊന്നുമല്ല. അതുകൊണ്ട് സ്വത്തൊക്കെ വിറ്റ് അതെല്ലാം ബാങ്കിലിട്ട് അയാൾ നേരെ വരുന്നത് മീരയുടെ വീട്ടിലേക്കാണ്. അവിടെ അയാൾക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. പിന്നെ അശ്വതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 27 വയസ്സ്, കാണാൻ നല്ല ഭംഗിയാണ്. വെളുത്തൊരു ചപ്പി ലുക്ക. മറ്റേ നിത്യമേനോനില്ലേ ആളെപ്പോലെ അതേ തടി. ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവിടേക്ക് വന്നതാണ്. അവൾ ജോലിക്ക് പോയി ഇവരെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. നല്ല ആകെ 1-2 തവണ മാത്രമേ മീരയുടെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. ഇനി നമുക്ക് കഥയിലേക്ക് പോയാലോ. അനിൽ വരുന്നത് കൊണ്ട് തന്നെ അശ്വതി ഇന്ന് ലീവാക്കിയിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കൊരു കാറ് വന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ടാണ് ആൾ വീട്ടിലേക്ക് എത്തിയത്. ഒരു ബ്രൗൺ നിറത്തിലുള്ള ടോപ്പും ലെഗിൻസും പിന്നെ എല്ലാം മറച്ചുകൊണ്ടൊരു ഷോളും ഇട്ടുകൊണ്ടാണ് അശ്വതി വാതിൽ തുറന്ന് വന്നേ. നോക്കിയപ്പോൾ എന്താ, പെട്ടിയൊക്കെ എടുത്താൽ വീട്ടിലേക്ക് കയറി വരുന്നു. അല്ല, അതുപോലെ തന്നെ ഉണ്ടെന്നാ അശ്വതിക്ക് തോന്നി. അവൾ പെട്ടിയെടുക്കാൻ അടുത്തേക്ക് പോയി. അശ്വതി ഇന്ന് പോയില്ലേ? ഇല്ല, ലീവാക്കി. ഏട്ടൻ വരുന്നേ അല്ലേ. നീ അനിലെന്ന് വിളിച്ചാൽ പോരെ? ഒരു വയസ്സല്ലേ മാറ്റുള്ളൂ. ഏട്ടൻ അത് മതി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇവിടെ നിന്ന് പോയ പോലെ തന്നെ ഉണ്ടല്ലോ. കുറച്ച് നിറം പോയിട്ടുണ്ട്. വെയിൽ കൊണ്ട് ഇവിടെ നല്ല ചൂടല്ലേ. അശ്വതി ഒന്നുകൂടെ വണ്ണം വെച്ചല്ലോ, ഭംഗിയും കൂടിയിട്ടുണ്ട്. ആണോ? അകത്തേക്ക് വരൂ. അവൾ അവിടെ മുറി കാത്തിരിപ്പാ. അമ്മേ, ദേ അനിലേട്ടൻ വന്നിട്ടുണ്ട്. അവളെ പൊക്കി പറഞ്ഞത് അവൾക്ക് ശരിക്കും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ആരും പറയാറില്ല. ആരുമായിട്ട് അങ്ങനെ അടുപ്പവുമില്ല. ടീച്ചേഴ്സൊക്കെ പറയുന്നല്ലാതെ ഒരാണ് സജീവിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. അനിൽ നേരെ പോയത് മീരയുടെ മുറിയിലേക്കാണ്. അവൾക്ക് സന്തോഷം കൊണ്ട് കരച്ചിലൊക്കെയായി. അവളുടെ കിടപ്പ് കണ്ടിട്ട് അനിലാകെ തകർന്നു പോയി.
അവളുടെ അടുത്ത് പോയപ്പോൾ അനിലും പിടിച്ചു നിൽക്കാനായില്ല. അയാളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഓ വന്നോ? അമ്മ വന്നു. എന്താ എന്താ മീരെ? അവനെ കൂടെ വിഷമിപ്പിച്ചു. ഇനി വന്നു കയറിയിട്ടല്ലേ ഉള്ളൂ. മോനെ എല്ലാം ശരിയാകും, ഡോക്ടർ അങ്ങനെ അശ്വതിയോട് പറഞ്ഞു. മീര, ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. നീ കരയാതിരിക്കേ, ഞാൻ ഇവിടെ തന്നെ കാണുമല്ലോ. ഇനി ഇപ്പോൾ വരാം. അശ്വതിയാണ് തോർത്തും ഡ്രസ്സൊക്കെ കൊടുക്ക്. അമ്മ. അവളത് കൊണ്ടുപോയി കൊടുത്തു. ഏട്ടാ, പുറത്തുനിന്നാണോ മുറിയിൽ നിന്നാണോ കുളിക്കുന്നത്? പുറത്തുനിന്നാകാം, അതല്ല സുഖം. ശരി, അപ്പോഴേക്കും ഞാൻ കഴിക്കാനെടുക്കാം. ഓക്കെ. അതിൽ കുളിച്ച് ലുങ്കിയും ബനിയനും ഒക്കെ ഇട്ട് റെഡിയായി വന്നു. താഴെ 2 മുറിയും മുകളിൽ അശ്വതിയുടെ മുറിയാണ്. അവൾ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഓരോന്നിനെ പറ്റിയും പറയുമ്പോൾ അശ്വതിക്കാണെങ്കിൽ നല്ല സന്തോഷമായി. കഴിച്ച് കഴിഞ്ഞ് മുറിയിലെത്തി അവളുടെ അടുത്തിരുന്ന് അവൾ ഓരോന്ന് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അശ്വതി കയറി വന്ന്. എന്നിട്ട് ഏട്ടാ, വീട്ടിൽ വീൽ ചെയർ ഇവിടെ ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് നടക്കില്ല, അതുകൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാറില്ല. ആണോ? നിനക്ക് പുറത്തേക്കൊക്കെ പോകണ്ടേ? പോകണം. അശ്വതി, അതിങ്ങ് കൊണ്ടുപോവാ, അവളെ ഒന്ന് പുറത്തിറക്കാം. അശ്വതി അതുമായി വന്നപ്പോൾ അവൾ നിസ്സാരമായി പൊക്കിയെടുത്ത് സിമ്പിളായിട്ട് വെച്ചു. അത് കണ്ട് അശ്വതിക്ക് അതിശയായിപ്പോയി. അവളെയും കൊണ്ട് അനിൽ പുറത്തേക്ക് പോയി സിറ്റൗട്ടിൽ കൊണ്ടുപോയി. അവിടെ എല്ലാവരും ഇരുന്നു. എത്രയായി ഇവിടേക്ക് വന്നിട്ട്. ഓ, ഇപ്പോൾ ഒരു ആശ്വാസം തന്നെയുണ്ട്. ഒന്ന് നടക്കാനായാൽ മതിയായിരുന്നു. അനിലും അശ്വതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവരുടെ ഉള്ളിൽ അറിയായിരുന്നു ഇതൊന്നും നടക്കില്ല എന്ന്. അതിലൊരു ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അശ്വതിയും അമ്മയും അടുക്കളയിലായപ്പോൾ സിറ്റൗട്ടിനപ്പുറമുള്ളൊരു ചെടി കണ്ട് അതിലെ പൂ പറിക്കാനായി മീര മുന്നോട്ട് നീങ്ങി. അവൾക്ക് വീൽ ചെയർ അനക്കം പോലും ആകുന്നില്ല. കൈ എണ്ടിച്ച് നോക്കി. ഒടുവിൽ ടപ്പേന്നൊരു സൗണ്ടോട് കൂടി അവൾ വീൽ ചെയറിൽ നിന്ന് വീണു. അത് കേട്ട് അടുക്കളയിൽ നിന്ന് അശ്വതിയും പുറത്ത് നാട്ടിലും ഓടി വന്നു. എന്ത് പണിയാ മീര നീ കാണിച്ച്? ഒന്ന് മാറിയിട്ടല്ലേ ഉള്ളൂ. നിലത്ത് വീണ് അവളെ പൊക്കിയെടുക്കാൻ നോക്കിയാൽ പെട്ടെന്നൊരു കാഴ്ച കാണുകയുണ്ടായി. തൻ്റെ മുന്നിൽ മീരയെ കുനിഞ്ഞു നിന്ന് പൊക്കാൻ നോക്കുന്ന അശ്വതിയെ. ഓ, ഷോളൊക്കെ പെട്ടെന്നുള്ള ഓടി വരവിൽ എവിടെയോ വീണ് പോയിരുന്നു. അവളുടെ അതൊക്കെ കണ്ടതും അന്നാണ് കണ്ണും വീഴ്ച നോക്കി നിന്നുപോയി തന്നെ പറയാം. അവൾക്കാണേൽ എത്ര നോക്കിയിട്ടും അവളെ പൊക്കാനാകാത്തതുകൊണ്ട് അനിലിനെ അവളെ നോക്കി. അവളെ മീരയെ പൊക്കാതെ താങ്ങിപ്പിടിച്ച് വായും വിളിച്ച് നോക്കുന്ന കണ്ടപ്പോൾ അത് തൻ്റെ അവിടേക്കാണെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. കൈകൊണ്ട് മറയ്ക്കാൻ നോക്കണമെന്നുണ്ടെങ്കിൽ പോലും കൈയെടുത്ത മീര വീഴും. ഏട്ടാ, പൊക്ക് നോക്കി നിൽക്കാതെ. പെട്ടെന്ന് നല്ല മുഖം മാറ്റി അവളെ എടുത്ത് പൊക്കി വീൽ ചെയറിലിരുത്തി. എന്തേലും പറ്റിയോ മീരെ? ഇല്ല ഏട്ടാ, ഞാൻ അത് പറിക്കാൻ. നിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ പോരെ, ഒറ്റയ്ക്ക് ചെയ്യണോ? അല്ല, അശ്വതിയെ നോക്കി. അവൾ നിലത്ത് കിടന്ന ഷോള് നോക്കി അതെടുത്തിട്ടു. അനിലിനെ ദേഷ്യത്തോടൊരു നോട്ടം നോക്കി. എന്നിട്ട് അകത്തേക്ക് പോയി. അവളുടെ അതൊക്കെ കണ്ട് അനിലത് നോക്കിപ്പോയി. അനിൽ മീരയുടെ അടുത്തിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. മീര പണ്ട് പറഞ്ഞതല്ല, അശ്വതിയുണ്ട് കൂടെ ഒരാഴ്ചയാണ് സജീവം നിന്നിട്ടുള്ളൂ. ഒരാഴ്ച അവൾക്ക് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ ആളിപ്പോഴും സ്റ്റിൽ ഒന്നതായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അനിൽ ഓർത്തെടുത്തു. ഒരാഴ്ച കഴിഞ്ഞതും അനിലിന് അത്യാവശ്യം ദുബായിലേക്ക് പോകേണ്ടിയും വന്നു. മീര എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനനുസരിച്ച് അയാൾ ഓരോന്ന് ആലോചിച്ച് തലകുലിക്കുന്നുമുണ്ട്. അടുക്കളയിലെത്തിയ അശ്വതിയാണെങ്കിൽ ആകെ അസ്വസ്ഥമാവും. എന്ത് പണിയാണ് കാണിച്ച്? ഷോള് ശ്രദ്ധിക്കണമായിരുന്നു. ഇതിപ്പോൾ ആകെ മോശമായല്ലോ. അല്ലേട്ടൻ എന്തിനാ അങ്ങനെ നോക്കിയേ? പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കാതിരിക്കുമോ? എൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ്. അങ്ങനെ കുറേ കഴിഞ്ഞ സന്ധ്യാസമയത്ത് അവരെല്ലാവരും കൂടി അവിടെ സിറ്റൗട്ടിലിരുന്നു. അല്ല, അശ്വതിയെ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് മുഖം മാറ്റും. അവൾക്കെന്തോ ഒരു ചമ്മൽ പോലെ. അല്ലാണെങ്കിൽ അവളെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരുട്ടായതും മീരയെ കൊണ്ട് അവരകത്തേക്ക് പോയി. മുറിയിൽ അനിൽ പെട്ടി തീർന്ന് അവർക്കുള്ളതൊക്കെ കൊടുത്തു. അശ്വതിക്ക് 2 സാരി, സ്പ്രേ, മേക്കപ്പ് സെറ്റ്. മീരയ്ക്കും അതുപോലെ തന്നെ കൊണ്ടുവന്നത് കൊടുത്തപ്പോൾ ആൾക്ക് വീണ്ടും സങ്കടമായി. അശ്വതി പുറത്തേക്ക് വന്നപ്പോൾ അനിൽ അവളെ ആശ്വസിപ്പിച്ചു. കൂടെ കുറച്ച് നേരം കൂടെ കിടന്നു. അനിലിൻ്റെ മനസ്സിൽ അശ്വതിയാണ് വരുന്നേ. മീരയെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല. അവളെ തൊടാൻ പോലും ആകില്ല. ദേഹം മുഴുവനും വേദനയാണ്. ഒന്നിനും ആവില്ല.
കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വതി കുളിച്ചൊരു മഞ്ഞ നൈറ്റിയൊക്കെ ഇട്ട് വന്നു. ഓ, അതിലവളെ കണ്ടപ്പോൾ മറ്റേതൊക്കെ ഷോളിട്ട് മറച്ചിട്ടുണ്ട്, പക്ഷേ ഒക്കെ കൂടെ കണ്ടപ്പോൾ അതിൽ നോക്കിയിരുന്നു. ഏട്ടാ, അവളെ അങ്ങ് തുടയ്ക്കണം. നനഞ്ഞ തുണി കണ്ട്. ആണോ, ശരി, ചെയ്തോ, ഞാൻ അമ്മയുടെ അടുത്ത് കാണും. ഏട്ടൻ വേണേയില്ല. നീ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നീയല്ലേ എല്ലാം നോക്കുന്നത്, അത് മതി. അല്ല, അമ്മയുടെ കൂടെ ടി വിയുടെ മുന്നിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് അശ്വതി അടുക്കളയിൽ പോയി. അമ്മ മീരയുടെ അടുത്തേക്ക് പോയി. അതിൻ്റെ അടുക്കളയിലേക്ക് പോയി. ഏട്ടാ, ഏട്ടൻ വന്ന് വേണ്ടേ? കഴിക്കാനായോ? ആയിട്ടില്ല, ചുമ്മാ വന്നതാ ഞാൻ. എന്താ ഏട്ടാ, നേരത്തെ അറിയാതെ സോറി, നോക്കിപ്പോയതാ, സോറി. അതോ, അത് സാരമില്ല, എൻ്റെ അടുത്താ തെറ്റ്. ഏട്ടനത് വിട്ടേക്ക്. അശ്വതിക്ക് ബുദ്ധിമുട്ടായോ ഞാൻ വന്നേ? വേണേ ഞാൻ അവളെയും കൊണ്ട് വാടക വീട്ടിലേക്ക് പോവാം. അയ്യോ, അതെന്തിനാ? ഇത് ഏട്ടനും കൂടെ വീടല്ലേ, നമുക്ക് എല്ലാവർക്കും ഇവിടെയുള്ള സന്തോഷത്തിലും ദുഃഖത്തിലും അങ്ങ് കഴിയാന്നേ. എന്തേലും ബുദ്ധിമുട്ടുണ്ടേ പറയാൻ മടിക്കരുത് കേട്ടോ. ഇല്ല, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അല്ല, അടുത്ത് കിടക്കാൻ സമ്മതിച്ചില്ല. രാത്രി അവളെ നല്ലപോലെ ശ്രദ്ധിക്കാൻ അശ്വതിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അശ്വതി താഴെ ബെഡ് വിരിച്ച് കിടന്നു. അല്ല, അശ്വതിയുടെ മുറിയിൽ പോയി കിടന്നു. അശ്വതിയുടെ കിടക്കി കിടന്ന് അയാൾക്ക് ഉറങ്ങാനേ ആകുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അല്ലങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ കുറച്ച് വൈകുന്നേരം അനിൽ താഴേക്ക് പോയി. നേരെ 8 കഴിഞ്ഞു. അശ്വതി സ്കൂളിലേക്ക് പോകാനായി മുകളിലേക്ക് കുളിച്ചൊരുങ്ങാനായി പോയി. താഴെ വന്നതിൽ കുറച്ച് നേരം മീരയോട് സംസാരിച്ചിരുന്നു. ഒരു ലുങ്കി മാത്രമായിരുന്നു അപ്പോൾ അയാളുടെ വേഷം. പെട്ടെന്ന് മീരയ്ക്ക് വേദന കൂടി. ഏട്ടാ, വേദനിക്കുന്നു. എന്താ, മരുന്നെന്താ? അവിടെ അലമാരിയിൽ ഒരേ ശബ്ദങ്ങൾ. അയാൾ നോക്കിയിട്ട് കണ്ടില്ല. അമ്മയും തെളിഞ്ഞു. മോനെ, അത് ചിലപ്പോൾ അവളെ മുറിയിലാകും. 2 ദിവസം മുമ്പ് പുതിയത് വാങ്ങിച്ചിരുന്നു. ആണോ? ഞാൻ പോയി നോക്കാം. അയാൾ മുകളിലെ മുറിയിൽ പോയി. അവിടെ എവിടെയും കാണുന്നില്ല. അശ്വതി അകത്ത് കുളിക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. അശ്വതി, അവൾക്ക് വേദന കൂടി. മരുന്നെവിടെയാ? താഴെയില്ലല്ലോ. അയ്യോ, അതിവിടെ മുറിയിൽ ഞാൻ എവിടെയോ വെച്ചല്ലോ. അലമാരിയിലൊന്ന് നോക്കുമോ? അത് ലോക്കാണല്ലോ. കീ എവിടെയാ? അത് കട്ടിലിന് താഴെ. ഇവിടെ ഇല്ലല്ലോ. അവൾക്ക് തീരെ വയ്യ. അശ്വതി, നീയൊക്കെ ഒന്ന് വേഗം വന്നേ. താഴെപ്പോഴേക്കും പഴയ മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് മീരയ്ക്ക് കൊടുക്കാനും തുടങ്ങി. എന്നാൽ ഇതറിയാതെ അല്ലാകെ ടെൻഷനില്ല. അശ്വതി എന്നെ കുളിച്ച് മാറാനുള്ളത് എടുത്തിട്ടുമില്ല. നൈറ്റ് ഇളക്കാനിടുകയും ചെയ്തു. അതെടുത്ത് നോക്കിയപ്പോൾ ആകെ നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ട്. പിന്നെ ഉള്ളത് മുകളിലുള്ള പാവാടയാണ്. അതും കുറേ നനഞ്ഞിട്ടുണ്ട്. അവൾ അതെടുത്തിട്ട് കെട്ടി. ഒന്നും ആലോചിക്കാനാണ് നിന്നില്ല. അവൾക്കറിയായിരുന്നു ആ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ജീവൻ പോകുന്ന പോലെ മീരയ്ക്കുന്ന്. അവൾ കുളിമുറിയിൽ നിന്ന് അതും ഇട്ട് പുറത്തേക്ക് ഓടി വന്നു. അല്ല, അത് നോക്കിക്കൊണ്ടോ ഒരു നിൽപ്പങ്ങ് നിന്നു. കീ ഇതെവിടെ വെച്ചേ? ഞാൻ കിട്ടി. അലമാരയിലില്ലല്ലോ. അവൾ ചുറ്റും നോക്കി. അല്ലാണേ അവളെ ആ കോലത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുക. ഏട്ടാ, ബെഡിനപ്പുറത്തുള്ള മേശയും നോക്ക്. ഇത് ലോക്കാണല്ലോ. കീൻ്റെ ഞാൻ തുറക്കാം. അവൾ വേഗം അങ്ങോട്ടേക്ക് വന്നു. അവൾ വന്ന വഴിയെല്ലാം വെള്ളം തുള്ളിയായിട്ട് വീഴുക. അവളെ നോക്കി അലമാരയിലേക്ക് ഒന്നും കൂടി പോയി നോക്കി. ഏട്ടാ, കിട്ടി. ഇതിലായിരുന്നു. ഇത് വേഗം കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ വേഗം കുളിച്ച് അപ്പോഴേക്കും വരാം. അത് വാങ്ങാനേ അവളുടെ അടുത്തേക്ക് ഓടി. അശ്വതിയുടെ എന്താ പറയുക, ടൈൽസ് വീടക്കുന്ന വെള്ളം നല്ലപോലെ ഉണ്ടായിരുന്നു. ഏട്ടാ, വെള്ളം നോക്കി വാ എന്ന് പറയുന്നതിന് മുൻപേ ഓടി വന്നാലിൽ നേരെ വഴുതി അങ്ങോട്ട് മേത്തേക്ക് തന്നെ വീണു. 2 പേരും വീച്ച് ബെഡിൽ കൂടി ഉരുണ്ട് നേരെ അപ്പുറത്തേക്ക് നിലത്തേക്ക് വീണു. അവളുടെ മുകളിലേക്ക് അനിൽ വീണതും അവൾ വാ പൊളിച്ചു പോയി. അനിലിനെ അവൾ പുറത്തോടി വീഴ്ചയിൽ നല്ല ഇതായിട്ടുണ്ട്. എന്താ പറയുക, അതൊക്കെ തന്നെ. അനിലിൻ്റെ മുഖമാകുന്നതും അവൾ ഒന്നിതായിപ്പോയി. ആദ്യമായിട്ടായിരുന്നു ഒരാളിങ്ങനെ. അനിലിനാണേ വിശ്വസിക്കാനാകുന്നില്ല. അവൾ അടുത്തിതുപോലെ കിട്ടിയപ്പോൾ അയാൾക്ക് വേറെ ഒന്നും ഓർക്കാൻ തോന്നിയില്ല. ആ സോപ്പിൻ്റെ മണം അതൊക്കെ കൂടി ആയപ്പോൾ അതൊക്കെ തന്നെ. അശ്വതി ആകെ വിറച്ചു പോയി. അവൾക്ക് കൈകാലുകൾ മരവിച്ചതുപോലായി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിപ്പോയി. അതിൽ അവളുടെ കഴുത്തിൽ കൂടി ഇങ്ങനെ മുഖമാക്കുമ്പോൾ അയാൾക്കാണ് ആകെ കയ്യിൽ നിന്ന് പോയിരുന്നു. 3 മാസത്തിന് ശേഷം മീരയ്ക്ക് പകരം ഒരു പെണ്ണിനെ കിട്ടിയതിൻ്റെ തിടുക്കം അയാൾക്ക് നല്ല വെണ്ണ ഉണ്ടായിരുന്നു. കഴുത്തുമ്പോൾ ഓരോന്നാക്കിയപ്പോൾ ഏട്ടാന്നൊരു ശബ്ദം. അശ്വതി ഒന്നറിയാതെ ഒച്ച വെച്ച് പോയി. അലറാൻ വാ തുറന്നതും
അടയ്ക്ക് മുമ്പേ അല്ല അവളെ ഇതാക്കി. ആദ്യമായിട്ട് ഒരാൾ തൻ്റെ ഇത് സ്വന്തമാക്കിയത് ഞെട്ടലോടെ അവൾ തിരിച്ചറിഞ്ഞു. കല്യാണം കഴിഞ്ഞ് അവൾക്ക് ഒരു തവണ പോലും ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ല. സജീവന് പകരം അവളുടേതാ ഭാഗ്യം കിട്ടിയത് ചിലപ്പോൾ അനിലിനായിരിക്കും. അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാനായില്ല. കൈകൾ രണ്ടും അനിലിൻ്റെ പിടിയിലായിപ്പോയി. അതൊക്കെ എന്താണെന്നുള്ളത് അവൾ അറിയുന്ന നിമിഷമായിരുന്നു അത്. അനിലേട്ടൻ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. എക്സ്പീരിയൻസ് ആയ ഒരാളുടെ മുന്നിൽ പെട്ടുപോയ അവസ്ഥയായിരുന്നു നമ്മുടെ ആൾക്ക്. അനിലേ, മോനെ കിട്ടി, എവിടെയാ നീ? അശ്വതി അമ്മ വരുന്നത് വിളിക്കുന്നത് പോലും അനിൽ അറിഞ്ഞില്ല. അതിലോരോന്ന് കാണിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ പേടി കൂടി വരുന്നു. അമ്മ മുറിയുടെ അടുത്തേക്ക് എത്താൻ പോവുക. മോനെ, അമ്മ വാതിലിനടുത്ത് എത്തി വിളിച്ചു. കട്ടിലിനപ്പുറമായാണ് രണ്ടുപേരും ഇതാക്കുന്നത്. കട്ടിലിന് താഴെയുള്ള കുറേ സാധനങ്ങളെല്ലാം കാരണം അമ്മയ്ക്കൊന്നും കാണുന്നില്ല എന്ന് അനിലും അശ്വതിയും അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കി. അവളതൊക്കെ ഒന്ന് സ്വതന്ത്രമാക്കി കവളത്തോരോന്ന് കൊടുത്തിട്ട്, അമ്മേ ഇവിടെ ഉണ്ട്, ഞാനതിവിടെ കട്ടിൽ താഴെ നോക്കിയായിരുന്നു. അത് കിട്ടി മോനെ, അതിലൊന്നും ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അശ്വതി എവിടെ? അവൾ കുളിക്കുക. ഞാൻ അവളെ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ നോക്കുമായിരുന്നു. ഞാൻ നോക്കാം മോനെ. അമ്മ അകത്തേക്ക് കയറാൻ നിന്നതും അശ്വതി എന്ത് ചെയ്യണമെന്നറിയാതെ അല്ല ദയനീയമായിട്ട് നോക്കി. അല്ല അവളുടെ ഷോൾഡറിൽ നിന്ന് കൈയെടുത്ത് അവളുടെ നെഞ്ചത്തേക്ക് ഇതാക്കിയിട്ട് അങ്ങനെ ഒരു നിന്ന് നോക്കിയിട്ട് അമ്മയൊന്ന് നോക്കി. അമ്മ ഇങ്ങോട്ട് വരണ്ട, ആകെ പൊടിയാ, ഞാൻ വന്നേക്കാം, അമ്മ പൊക്കോ. അശ്വതിയുടെ അവിടെ അല്ല കിട്ടിയ അവസരം നല്ലതുപോലെ മുതലാക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു പുരുഷൻ്റെ ഇതൊക്കെ ഇങ്ങനെ ആവുമ്പോൾ എന്താ പറയുക, ഈശ്വര എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആയിപ്പോയി. അവൾക്കാണെങ്കിൽ സഹിക്കാനും ആവുന്നില്ല. അവൾ ഓരോന്നാക്കുമ്പോൾ, അതായത് അല്ല ഓരോന്ന് അശ്വതിയാക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്തായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ നടക്കുക. അവിടെ പിന്നെ ചെറുതായിട്ടുള്ള കലാപരിപാടികളാണ്. അമ്മ ഇതൊന്നും അറിയാതെ നിൽക്കുക. പിന്നെ എണ്ണീറ്റ പാടെ ഒറ്റ ഓട്ട കുളിമുറിയിലേക്ക്. കിളിമുറി കയറി നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ വീണ്ടും കുളിച്ചു. എന്തൊക്കെയാണ് നടന്നത് വിശ്വസിക്കാനാകുന്നില്ല. മീരേതെങ്ങാനും അറിഞ്ഞാൽ അശ്വതി ആകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മനസ്സിലേക്ക് അയാൾ ആ കോല ഓർമ്മ വന്നു. അതിനുള്ളിൽ ഉള്ളത് നല്ല വലിപ്പമുണ്ടാവൂലേ. ഞാൻ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്. അശ്വതി വേഗം കുളിച്ച് സ്കൂളിലേക്ക് പോകാൻ സാരി എടുക്കാൻ തുടങ്ങി. നേരമാണേ വൈകി. അവൾ ധൃതി താഴേക്ക് പോയി. എല്ലായിടത്തും മീരയുടെ മുറി കയറാൻ അവൾക്ക് എന്തോ ഒരു മടി. അകത്തേക്ക് കയറി. പക്ഷെ മോളെ, ഞാൻ പോയിട്ട് വരാട്ടോ, ഓക്കെ അല്ലേ? അവൾ നെറ്റിയിട്ടൊന്ന് കുരിഞ്ഞ് അശ്വതി കണ്ണാടി നോക്കിയപ്പോൾ തൻ്റെ സൈഡ് വ്യൂ നോക്കി വെള്ളം ഇറക്കുന്ന അന്നയാണ് കണ്ടേ. അപ്പോഴാണ് അവിടെ പിന്നും കുത്തിയില്ലെന്നറിയുന്നത്. ചുവന്ന ബ്ലൗസൊക്കെയാണ്. നല്ല രസമാട്ടോ കാണാൻ. എന്തൊരു ഇതാണെന്നറിയോ, ഇതുവരെ താനല്ലാതെ ആരും അതിലാക്കിയിട്ടില്ല എന്നനിൽ ഉറപ്പിച്ചു. എന്തിനും പോകുന്ന പോലെ നിൽക്കുന്നതിനെ പെട്ടെന്ന് തിരിഞ്ഞ് അശ്വതി മറച്ചപ്പോൾ അവളെ മുഖത്ത് ദേഷ്യം കാണേണ്ടതായിരുന്നു. കഴുത്തുമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ചുവന്ന പാടുണ്ട്. എന്തിൻ്റെ ആയിരിക്കും അല്ലേ? അങ്ങനെ അവളൊന്ന് പുറത്തേക്ക് പോയി. അതിൽ കുറേ ദിവസത്തിന് ശേഷം അവളെ ആലോചിച്ച് വലിയ രീതിക്കൊന്ന് സെറ്റാക്കിങ് വിട്ടു. എന്നിട്ട് പുറത്തേക്കൊന്ന് പോയി. അശ്വതി വരും മുമ്പ് തന്നെ വൈകിട്ട് വീട്ടിലേക്ക് എത്തി. അശ്വതി ഗേറ്റ് തുറന്ന് വരുന്നത് കണ്ടാനിൽ നേരെ മീരയുടെ മുറിയിൽ പോയിരുന്നു. ഇന്ന് സ്കൂളിൽ പോയ അശ്വതി അത്ര നല്ല മൂഡിലായിരുന്നില്ല. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. അവൾ ഒട്ടും ആക്റ്റീവായിരുന്നില്ല. ഇന്ന് അവൾ എല്ലാവരോടും സുഖമില്ലെന്ന് കള്ളം പറഞ്ഞു. വീട്ടിലെത്തിയതും അവൾ അമ്മയോടും അധികം ഒന്നും മിണ്ടാതെ മീരയുടെ മുറിയിൽ പോയി. അവിടെ അനിലുണ്ടാകുമെന്ന് അവൾ കരുതിയില്ല. മീര, എങ്ങനെയുണ്ട്? ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിച്ചില്ലേ? കഴിച്ചു ചേച്ചി. എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു? എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവോ? മഴയുണ്ടോ? ഉണ്ട്, കൊണ്ടുപോവോ? അശ്വതി അനിലെ നോക്കി. കൊണ്ടുപോകാമല്ലോ. അവളെ ഒന്ന് പിടിക്കാൻ കൂട്ടണേ, എനിക്ക് കൈക്ക് നല്ല വേദനയുണ്ട്. അശ്വതിക്കത് നുണയാണെന്ന് അപ്പോഴേ തോന്നി. അവളെ വീൽ ചെയറിൽ പിടിച്ചെടുത്തുമ്പോൾ അനിലിൻ്റെ ഒരു കൈ അവളുടെ അവിടെയൊക്കെ ഒന്ന് താവുന്നുണ്ട്. അനിലിനെ കണ്ണിരുട്ടി അവളെ നോക്കിയെങ്കിലും അനിൽ മീര എടുത്തുണ്ടായിട്ട് അതിന് തൻ്റെ കൈക്കരത്തിൽ ഒന്നുകൂടെ പിടിച്ചതാക്കി. അശ്വതി കൈ തട്ടി മാറ്റി മുന്നിൽ തന്നെ നടന്നു. പിറകെ വീൽ ചെയർ തള്ളിക്കൊണ്ട് അനിലും പുറത്തേക്ക് വന്നു.
അമ്മ അവൾ അടുത്തേക്ക് വന്നതും ചായ എടുക്കാനായി അനിൽ അടുക്കളയിൽ പോയി. അവിടെ അശ്വതി ഉണ്ടായിരുന്നു. അനിലേട്ടാ, കഴിഞ്ഞു, മതി, ഇനി നിർത്തണതൊക്കെ. എന്തൊക്കെയായി ചെയ്യണേ? ഞാൻ മിണ്ടാതിരിക്കുന്നു കരുതി. അശ്വതി, എന്തു പറ്റി? നീ നല്ലവണ്ണം ഏതായാലും ഞാൻ കണ്ടല്ലോ. പക്ഷേ ഇന്നലെ വൈകുന്നേരം തൊട്ട് എന്തോ നിന്നെ ഞാനങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതാ എന്തോ എനിക്കറിയുന്നില്ല. നിന്നെ കാണുമ്പോൾ മതി, ഇനി അതൊന്നും വേണ്ട. എൻ്റെ അനിയത്തി പാവുക, അതുകൊണ്ട് ഞാനൊന്നും പറയില്ല. എനിക്ക് ഞാൻ പറയാം, രാവിലെ നടന്നത് ഞാൻ തന്നെ പോയി പറയാം, ഇപ്പം തന്നെ. അയ്യോ അല്ലേട്ടാ, പ്ലീസ്. അശ്വതി അയാളുടെ കൈ പിടിച്ചു തടഞ്ഞു. അവളറിഞ്ഞാൽ ആകെ തകർന്നു പോകും. പ്ലീസ് പറയരുത്. അവളോട് പറയാതെ എനിക്ക് എന്തോ പോലെ. അവൾ അറിയട്ടെ അല്ല. പ്ലീസ് അല്ലേട്ടാ, വേണ്ട. അവൾ അനിലിനെ പിടിച്ചിരുത്തി. പറയരുത് പ്ലീസ്. അല്ല അവളെ മുഖത്തേക്ക് കൈവച്ച് തലോടി. ഞാൻ പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അതിനും നല്ലത് പറഞ്ഞാലെല്ലാം തീരുന്നതല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുക, അത് നമ്മൾ വിചാരിക്കുന്ന അപ്പുറമായിരിക്കും. ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കോളാം. അവൾ പറഞ്ഞത് കേട്ട് അല്ല അവളെ മുഖത്തൊന്ന് ഇതാക്കി. മറുകൈ ഓരോന്നാക്കുമ്പോൾ അവളൊന്ന് ഞെട്ടി. അങ്ങനെ ചെറുങ്ങനെ അവിടെ കലാപരിപാടി തുടങ്ങി. അപ്പോൾ അതേ മീര ഏട്ടൻ അന്വേഷിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ ചായ തീർന്നു കാണും, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അശ്വതി. എനിക്കാണോ ചായ എടുക്കാൻ പോയത്? വേണ്ടായിരുന്നു, ഒന്നിനും രുചിയില്ല അമ്മേ. ഏട്ടൻ നല്ലപോലെ കഴിക്കുന്നില്ലേ, ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ അവൻ നോക്കുന്നുണ്ട്. നീ നിന്നെ ഒന്ന് ശ്രദ്ധിക്കുക. പഴയ പോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി എൻ്റെ കുട്ടിയെ. ഈശ്വര. അടുക്കളയിൽ വാതിലിന് പിറകിലായി അവളെ അനിൽ അപ്പോഴേക്ക് ചേർത്തതാക്കിയിട്ടുണ്ട്. ഓരോന്നാക്ക. അശ്വതിയാണെ അങ്ങനെ നിന്നുപോയി തന്നെ പറയാം. എന്തൊരു സുഖം. അവൾക്കാണത് സഹിക്കുന്നുമല്ല. അവൾ അതിനങ്ങ് കീഴ്പ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. എന്താ കാരണം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച, അതും ഒന്നും ആയിട്ടില്ല. ഭർത്താവാണെ മരിച്ചുപോയി. പിന്നെ കീഴ്പ്പെട്ടില്ലെങ്കിലേ ഉള്ളൂ. പ്രതികരിക്കാതെ എന്തിനിങ്ങനെ നിൽക്കുന്നു എന്ന് പോലും ആൾക്കറിയില്ല. അങ്ങനെ ഓരോന്നാക്കുക അവിടെ. പിന്നെ അശ്വതിക്കും താല്പര്യമായി. അവളും തിരിച്ചോരോന്നാക്കി തുടങ്ങി. അനിലാണെ ഇതിൽ സന്തോഷം കിട്ടാനില്ല. അങ്ങനെ ഓരോന്നാക്കി ഒരു വല്ലാണ്ടിങ്ങനെ കയറുമ്പോഴാണ് മോളെ കഴിഞ്ഞില്ലേന്നൊരു ശബ്ദം. അതിൽ വേഗം അവളിൽ നിന്ന് അകന്നു മാറി. അവൾ പോലും അമ്മയെ അപ്പോൾ ശപിച്ചാണ്. അത്രയ്ക്ക് രസിച്ചിട്ടുണ്ടായിരുന്നു. വേഗം സാരിയൊക്കെ ഇതാക്കി അവൾ ചായ ഗ്ലാസ്സിലേക്ക് വെച്ചു. ചായ കിട്ടിയില്ലേ മോനെ? കിട്ടിയമ്മേ, ഞാൻ ഗ്യാസ് കഴിഞ്ഞോ നോക്കിയായിരുന്നു, തീർന്നിട്ടില്ല. അമ്മ ചായ ഇതാ, നിന്നെ അവൾ തിരക്കുന്നുണ്ട്, പോയി കൊടുക്ക്. അല്ല അശ്വതിയെ നോക്കി പുറത്തേക്ക് പോയി. നീ കുളിക്കുന്നില്ലേ? പോയി കുളിച്ചിട്ട് വാ. അമ്മ നല്ല സ്വഭാവമല്ലേ അനിലിന്. അവനല്ലാതെ വേറെ ആരെങ്കിലും ആണ് തിരിഞ്ഞു നോക്കൂ. ഇതിപ്പോൾ നമുക്കൊരാളായല്ലോ. അശ്വതി ഒന്ന് തല കുലുക്കി വേഗം കുളിക്കാൻ പോയി. ബ്ലൗസ് ഇതാക്കാൻ നോക്കിയപ്പോൾ ഒരു കുക്ക് പൊട്ടിയിട്ടുമുണ്ട്. അവിടെ നല്ല ഇതായിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നാലോചിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് അവസാനം മീരയുടെ മുഖം ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പോൾ അവൾക്ക് ആകെ വിഷമായി. പിന്നെ അനിൽ കുളിക്കാൻ പോയതും അശ്വതി മീരയുടെ അടുത്ത് പോയിരുന്നു. ഒരു ഇളനീല നൈറ്റിയായിരുന്നു. ഷോളൊക്കെ ഇട്ടിപ്പോൾ നടക്കാറുള്ളൂ. അനിലുള്ളതുകൊണ്ടാണ്. ചേച്ചി എന്താ ആലോചിക്കുന്നത്? എന്തു പറ്റി? ഒന്നുമില്ലടി, എന്നെക്കുറിച്ചല്ലേ. ഞാൻ മരിച്ച ചേച്ചിക്കാരല്ലേ. അമ്മയും ഞാനും പോയാൽ ചേച്ചി ഒറ്റയ്ക്കായില്ലേ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചി സമ്മതിക്കോ? പ്രോമിസ് ചെയ്യണം. ഞാനും ചേച്ചി തമ്മിലുള്ള രഹസ്യമാണ്. പക്ഷേ ആരോടും പറയരുത്. എന്താന്ന് പറ. ആദ്യം ചേച്ചി പ്രോമിസ് ചെയ്യും. ശരി, പ്രോമിസ്. ഞാൻ മരിച്ച എൻ്റെ അല്ലേടനെ ചേച്ചി വിവാഹം കഴിക്കണം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചേച്ചിയെ പൊന്നു പോലെ നോക്കും. നീ എന്തായി പറയുന്നത്? ഒരു ബോധമില്ല നിനക്ക്? ചേച്ചി, ഞാൻ എല്ലാം ആലോചിച്ചിട്ടാണ് പറയണേ. ഞാൻ അധികമൊന്നും പോകില്ല ചേച്ചി, എനിക്ക് ഉറപ്പാണ്. അധികം വൈകാതെ തന്നെ ഞാൻ മരിക്കും. അമ്മയ്ക്കും ചേച്ചിക്കും അല്ലേട്ടനുണ്ടാവും. ചേച്ചി എനിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. വേറൊന്നും പറയണ്ട. അപ്പോഴേക്കും അനിലും അമ്മയും വന്നു. അശ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് മീരയും കണ്ടു. മീര വേഗം വിഷയം മാറ്റി. മരിയിൽ പോയി അയാൾക്ക് ദേഹം മുഴുവൻ തുടച്ചു കൊടുത്തു. അപ്പോഴും അശ്വതിയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ചേച്ചി, എല്ലാം നല്ലതിനാ, അങ്ങനെ കണ്ടാൽ മതി. ചേച്ചി വിഷമിച്ച് ഞാൻ തളർന്നു പോകും. ജീവിതം എൻജോയ് ചെയ്യണം. ഞാൻ അമ്മയ്ക്കും ഒക്കെ ഒരു
തടസ്സമാകരുത്. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം കളയരുത് കേട്ടോ. കഴിക്കാൻ എടുക്കട്ടെ നിനക്ക്? ആ, മീരയ്ക്ക് കഴിക്കാൻ കൊടുത്തു. അമ്മയും അനിലും അശ്വതിയും കൂടി പിന്നെ അങ്ങിരുന്ന് കഴിച്ചു. അമ്മ കിടക്കാനുള്ള പരിപാടിയില്ല. പുറത്ത് നല്ല മഴയും. മോളെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞമ്മ. മരുന്നൊക്കെ കഴിച്ചോ? കഴിച്ചു മോളെ. എത്ര നാളിതൊക്കെ കഴിക്കും? വയ്യ, ഒട്ടും വയ്യ. ഓരോ ദിവസം കഴിയുമ്പോഴും പേടിയാ. ശ്വാസമൊക്കെ എടുക്കുമ്പോൾ തന്നെ എന്തോ പോലെ. നിന്നെ ആലോചിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പേടി. അമ്മ അതൊന്നും ആലോചിക്കണ്ട. പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. മീര കിടക്കുന്ന കട്ടിലിന് താഴെ അശ്വതി കിടക്ക വിരിച്ച് കിടന്നു. നല്ല ഇടിയും മഴയും. ഹോളിലെ ലൈറ്റ് ഓഫ് ആയതോടെ അനിലും കിടന്നു എന്ന് അശ്വതിക്ക് തോന്നി. നല്ല തണുപ്പുണ്ട്, നല്ല ഇരുട്ടും. പിന്നെ നല്ല ഉറക്കത്തിലുമാ തോന്നുന്നു. മരുന്ന് കഴിച്ചാൽ പിന്നെ അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അശ്വതി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് നോക്കി. ഉറക്കം വരുന്നില്ല. അനിലേട്ടനെന്ന് തൊടുമ്പോൾ തന്നെ അവിടെ ഒക്കെ എന്തോ ഇങ്ങനെ ഇതാവുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴാണല്ലേ ഞാൻ അറിയുന്നത്. അശ്വതി എന്തൊക്കെയോ കാട് കയറി ചിന്തിച്ചു കൂട്ടാം. അനിലാണേ അശ്വതിയുടെ കട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാതെ കിടക്കുക. അനിലിൽ നിന്ന് ഇതാക്കിയേ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷേ അനിൽ എഴുന്നേറ്റിരുന്നു. ഇതുപോലെ തനിക്ക് ആദ്യമാണല്ലോ. അശ്വതിയാണ് തൻ്റെ പ്രശ്നം. അനിൽ താഴേക്ക് നടന്നു. അവിടെ സോഫയിൽ പോയിരുന്നു. അവളെ വിളിച്ചാലൊന്നൊക്കെ അയാൾ ആലോചിക്കുന്നുണ്ട്. മീരയുടെ താഴെയായി ബെഡിൽ കിടന്ന അശ്വതിക്ക് ഉറക്കം വരുന്നേയില്ല. അന്ന് തൻ്റെ ഉറക്കം കഴിഞ്ഞിരിക്കുന്നെന്ന് അവൾക്ക് മനസ്സിലായി. വല്ലാതെ ദാഹിക്കുന്നുണ്ട്. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇരുട്ടിൽ ഫോണിൽ വെളിച്ചത്തിൽ ഹാളിലേക്ക് പോയി. മീരയെ ഉണർത്താതിരിക്കാനാ ലൈറ്റ് ഇടാതെ അവൾ പോയേ. ഹാളിലെത്തിയതും അനിൽ സോഫയിലിരിക്കുന്നത് അവൾ കണ്ടു. അനിലും അവളെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ഞെട്ടി. പിന്നെ ഉള്ളിലെന്തോ വല്ലാത്ത സന്തോഷമായിരുന്നു. അവൾ അയാളുടെ അടുത്തേക്ക് പോയി. അവിടെ എത്തി അവൾ പതിയെ ചോദിച്ചു, എന്താ ഇവിടെ ഇരുട്ടത്ത്? എന്തോ പറ്റി? അവൾ അപ്പം തന്നെ അശ്വതി അടുത്തേക്കൊന്നതാക്കി. പിന്നെ പറയണോ? ഫോണപ്പോഴേക്കും സോഫയിലേക്ക് വീഴുകയും ആ വീഴ്ചയിൽ തന്നെ ആ വെളിച്ചം ഓഫായി പോവുകയും ചെയ്തു. അശ്വതി, എനിക്ക് ഉറക്കം വരുന്നില്ല. കണ്ണടച്ച നീയ. അവൾ ആളുടെ മടിയിലിരിക്കുക. ഏട്ടാ എന്താ ഇത്? വിട്, ഞാൻ പോട്ടെ. ഇല്ല മോളെ, വിട്ടില്ല. എനിക്കിനി പിടിച്ചിരിക്കാനാവില്ല അശ്വതി. നിൻ്റെ ഉറക്കം മാത്രമല്ല മനസ്സിലും കാര്യപ്പറ്റി ഏട്ടാ ഞാൻ പോവട്ടെ പ്ലീസ്. അവളെ എഴുന്നേക്കാൻ നോക്കുന്നു പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് തന്നെ സോഫയിലേക്കായി മുകളിലായിട്ട് കയറി. എൻ്റെ വാങ്ങിച്ച സ്വിച്ചൊക്കെ ഓഫാക്കി സോഫയുടെ അടിയിലേക്ക് ഫോൺ എടുത്തിട്ടു. ഏട്ടാ പ്ലീസ് ഞാൻ പോട്ടെ. വേണ്ട, മീരവിടെ ഒറ്റയ്ക്കാണ്. പിന്നെന്തായിരിക്കും ആ നിമിഷം മുതൽ അവിടെ സംഭാഷണമുണ്ടാവുക? നല്ല തക്കർപ്പം പരിപാടി തന്നെ. അത് പിന്നെ അശ്വതിക്കും ഇഷ്ടമാണല്ലോ. രണ്ടുപേരും സന്തോഷമായിട്ട് മാറി മാറി ഓരോന്നാക്കി തുടങ്ങി. അനിലിനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അയാളെയും കൊണ്ട് നല്ലപോലെ ഇതാക്കുന്നുണ്ട്. ഇപ്പം രണ്ടു പേർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അശ്വതിക്ക് ഇത് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ അവൾ ഇത്രയും കാലത്ത് കാത്തിരിപ്പായിരുന്നതൊക്കെ, അതും ഒന്നിച്ച് അവളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അനിലിന് കൂടുതൽ സന്തോഷമായി. അല്ലാകെ ഞെട്ടിക്കിടക്കുക. ഇത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് നാട്ടിൽ. അത്രയ്ക്ക് അശ്വതി ഓരോന്ന് കാട്ടിക്കൂടുന്ന എന്താ പറയുക, ആ ഒരു ആഗ്രഹവും ഒക്കെ ആ നിമിഷങ്ങളിൽ അവളിങ്ങനെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കുകയായിരുന്നു. റോമാഞ്ചിഫിക്കേഷനായിരുന്നു അവിടെ. പതിയെ അനിലിൻ്റെ സൗണ്ടൊക്കെ ഉയർന്നു തുടങ്ങി. അത്രയ്ക്കുണ്ട് അശ്വതിയുടെ പരിപാടി. അങ്ങനെ ഇരുവരും വല്ലാണ്ടാവുമ്പോൾ രണ്ടുപേരുടെ ശബ്ദം കൂടി വരിക. പക്ഷേ ഹാളിലായത് കാരണവും അമ്മയുടെ മുറിയിൽ മീരയുടെ മുറിയും വാതിൽ രണ്ടും അടഞ്ഞു കിടക്കുന്നത് കൊണ്ടും അവർക്കെന്തോ പേടി തോന്നിയില്ല. പിന്നെ വീണ്ടും ശബ്ദങ്ങൾ ഉണ്ടാവണേ. അവിടെ എന്തൊക്കെയായിരിക്കുമല്ലേ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ആഗ്രഹവും ഒക്കെ കൂടിയത് ആവേശമായിട്ട് എന്നെ മാറി. ഓരോരോ ശബ്ദങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. താഴേന്ന് പകുതിക്കോടായി, പിന്നെ അവിടെ നിന്നും താഴേക്കായി, പിന്നെ അവസാനം എത്തേണ്ടടുത്തെത്തി. പരിപാടി അവിടെ തുടങ്ങി. ആളുടെ ഇത് വെച്ച് നല്ലവണ്ണം കാച്ചുന്നുണ്ട്. ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോഴും അവരിങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയായിരുന്നു. ആ അവസ്ഥയിൽ മൊത്തത്തിലൊന്നും അവരിതായി തന്നെ പറയാം. ശക്തമായിട്ട് ഇടിയും മിന്നലും കൂടി ആയപ്പോൾ
അവരൊന്നുകൂടെ അങ്ങ് അലറിപ്പോയി. എന്താ പറയുക, അത്ര മാത്രമുണ്ട് രണ്ടുപേരും കൂടെ അവിടെ കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെ അവസാനം കലാപരിപാടികളുടെ അവസാനത്തെ ഘട്ടത്തിലെത്തിയപ്പോൾ ഒക്കെ വന്നില്ലേ. അപ്പോൾ ആൾ പറഞ്ഞു, ഇനി എന്നെ ഞാൻ നിനക്കിത് തരും, നീ എനിക്കും തരില്ലേ? അവൾ പക്ഷേ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ അവളുടെ മനസ്സിൽ മീരയുടെ മുഖവും എല്ലാം വന്നു. കുറ്റബോധമാണോ എന്തോ അവൾക്ക് അറിയുന്നില്ല. ചെയ്തത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല. അവളതൊക്കെ ആലോചിക്കുമ്പോൾ അനിൽ അവൻ്റേതായിട്ടുള്ള പരിപാടികൾ അവിടെ നടത്തുക തന്നെയാണ്. പക്ഷേ ഇതൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവുക. പക്ഷേ ഈ ഒരു ഇതൊക്കെ കിട്ടിയപ്പോൾ അവൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഈ ഒരു ഇത് അവൾക്ക് ആദ്യമായിട്ട് കിട്ടിയതും കൂടെ അല്ലേ. അനിലേട്ടൻ തന്നിതൊക്കെ അനിയത്തിയെ ആലോചിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലുണ്ടാക്കി. അനിലാണേ എല്ലാം തനിക്ക് സ്വന്തമായതിൻ്റെ സന്തോഷത്തിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിയ. പുറത്താണേ ഇടയ്ക്കിടയ്ക്ക് മഴ നിൽക്കുകയും വീണ്ടും തുടങ്ങുകയും ഇടിയും ഒക്കെ. നേരെ കുറേ പോയത് അവർ പോലും അറിഞ്ഞിട്ടില്ല. എത്ര സമയമായിട്ടും അശ്വതി ഓരോ ചിന്തയിൽ തന്നെയാണ്. പലതും അവൾ ചിന്തിച്ചു കൂട്ടി വിധി അനിലേട്ടിൽ എത്തിച്ചത് വരെ. അനിലാണേ അതൊന്നും വിട്ടിട്ടുമില്ല. അവിടെ തന്നെ അവൾ ഇതാക്കി കിടക്കുക. ഇപ്പോഴും ഒരു മഴയില്ലാതെ നല്ലവണ്ണം ആക്കുന്നുണ്ട്. ദുബായിൽ പോയി 3 മാസത്തിന് ശേഷം നാട്ടിലെത്തിട്ട ആദ്യത്തെ പരിപാടി അതും അശ്വതിയായിട്ട്. അതിൽ അനിലിന് ഏറ്റവും ഇഷ്ടമായത് അവൾ തൻ്റേത് മൊത്തതാക്കി എടുത്ത് നല്ലവണ്ണം ഒന്ന് സെറ്റാക്കി കൊടുത്തതാണ്. അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ ആളത് നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. അശ്വതി പതിയെ ഉറക്കത്തിലേക്ക് പോയി. അതിൽ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ഓരോന്ന് കാട്ടി. പിന്നെ അനിലും അങ്ങനെ തന്നെ അങ്ങ് കിടന്നുറങ്ങി. നേരം വിളിക്കുമ്പോൾ ഒരു ഞെട്ടിലോടെ അശ്വതി ഉണർന്നത്. പുറത്തൊക്കെ വെളിച്ചം വന്ന് തുടങ്ങി. ഈശ്വര, അമ്മയെങ്ങാനും വന്നിരുന്നേ തീരുന്നേനെ. അവൾ തൻ്റേത് കിടക്കുന്ന അനിലെ തട്ടി വിളിച്ചു, ഏട്ടാ എണ്ണേക്ക്. അനിലുണർന്ന് അവളെ നോക്കി. നേരം വെളുത്തു, എണ്ണീക്ക്, അമ്മ ഇപ്പം വരും. അനിൽ അവളുടെ നിന്നും എഴുന്നേറ്റ് മാറി. ഡ്രസ്സൊക്കെ തപ്പിയെടുത്തപ്പോൾ അശ്വതിയും ഡ്രസ്സൊക്കെ തപ്പിയെടുത്തു. അതിൽ അവളെ ഫോണും സോഫയുടെ താഴെ നിന്ന് എടുത്തു കൊടുത്തു. എന്നിട്ട് ഒന്നൊക്കെ റെഡിയായപ്പോൾ അശ്വതിയൊക്കെ അതിട്ട് സെറ്റായപ്പോഴത്തേക്ക് എന്നിട്ട് മുറിയിലേക്ക് ഒരൊറ്റ ഓട്ട. അതിൻ്റെ സോഫയിൽ തന്നെ കിടന്നു. നേരം 6 ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുളിമുറിക്കാരെ അശ്വതി അതൊക്കെ ഒന്ന് മാറ്റി കണ്ണാടി നോക്കി. മൊത്തം ചുവന്ന് കിടപ്പുന്നുണ്ട്. അത്രയ്ക്കായിരുന്നു ഇന്നലത്തെ പരിപാടി. അതിനിടയിൽ കുറേ പാടുകളും പലയിടത്തും. പിന്നെ കൈപ്പത്തിയുടെ അച്ചും നല്ലപോലെ ഉണ്ട്. പിന്നെ ഒരു മണം എല്ലാം ഉണ്ട്. അവിടെ നല്ല പോലെ ഇങ്ങനെ എല്ലായിടത്തും നോക്കി ഒരു താട്ടിന് നിൽക്കുക. എത്ര നേരമല്ലേ അനിലേട്ടനുമായിട്ട്, അവർക്ക് തന്നെ നിശ്ചയമില്ല. അങ്ങനെ തൻ്റേത് നഷ്ടപ്പെട്ട ദിവസമായിരുന്നു ഇന്നലേന്ന്. അതും വിധിയായിരിക്കുന്നത് അവൾ ഉറപ്പിച്ചു. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തന്നെ വയ്യ. സമയം വൈകിയത് കൂടെ തന്നെ വേഗം അശ്വതി ഫ്രഷാക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലേ അതിൻ്റെയാ. എങ്കിലും അവളത് കാര്യമാക്കിയില്ല. പുറത്ത് വന്ന് അശ്വതി ഒരു ചുരിദാറും ടോപ്പൊക്കെ എടുത്തിട്ട് താഴേക്ക് പോയി. അവിടെ അനിലേട്ട സോഫയിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ഇന്നലെ നടന്നതൊക്കെ അവൾ അറിയാതെ ഒന്ന് ആലോചിച്ചു പോയി. എന്ത് രസമായിരുന്നെന്നോ. എന്നിട്ട് വേഗം അടുക്കളയിൽ കയറി. നേരം വൈകിട്ടുണ്ടേ. അവൾ പോകും മുമ്പ് രാവിലേക്കുള്ളതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അമ്മ വന്നു. വൈകിയോ മോളെ? കുറച്ച് വൈകിയമ്മേ. മീര ഉണർന്നോ? അവൾ എഴുന്നേൽക്കാനാകുന്നല്ലേ ഉള്ളൂ, ഒന്ന് പോയി നോക്കി വരാം. അനിൽ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റെങ്കിലും അശ്വതി അടുക്കളയിൽ നിന്ന് പുറത്തേക്കേ വന്നില്ല. അവൾക്ക് അനിലിനെ ഫേസ് ചെയ്യാനൊരു മടി പോലെ. അനിലില്ലാത്ത തക്കം നോക്കി അവൾ മീരയുടെ അടുത്തേക്ക് പോയി. ചേച്ചി എവിടെയായിരുന്നു? കണ്ടില്ലെന്ന് ഇങ്ങോട്ട്. വൈകിയോ ഉണർന്നേ? അതാ അപ്പോൾ അടുക്കളയിൽ തന്നെയായിരുന്നു. അശ്വതി വേഗം അവളൊന്ന് ഇതാക്കി ഡ്രസ്സൊക്കെ ഇട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ബാക്കിയൊക്കെ ഇട്ട് അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കുന്ന ദോശ 2 കഴിച്ച് ഹോളിലേക്ക് പോയി. താഴെ നിലയ്ക്കൊന്ന് അടിച്ചൊക്കെ വാരി ഒറ്റയടിക്കാൻ അയാൾ പോയപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അതിൽ പിറകി നിൽക്കുന്നുണ്ട്. അവൾക്കാടെ നാണവും ചമ്മലും മുഖത്ത് നോക്കാൻ തന്നെ ആയില്ല. അത്രയ്ക്ക് നാണുണ്ടായിരുന്നു. എന്താ അശ്വതി, എന്നെ കാണാതെ ഓടി നടക്കുക? എന്തിനാ ഇത്ര ചമ്മലൊക്കെ? അത് ഞാൻ നടക്കട്ടെ, അടിച്ചു വരെ നടക്കട്ടെ, ഏട്ടൻ്റെ കൈ കിട്ടും നിന്നെ. അവളൊന്ന് ചിരിച്ചപ്പോൾ തന്നെ അല്ല നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇവളെയാണല്ലോ ഇന്നലെ ഒന്ന് ഇതാക്കിയെന്ന് ആലോചിച്ചപ്പോൾ ആൾക്ക് രോമാഞ്ചമായിരുന്നു.
എന്താ പറയുക, അല്ല നോക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൾ കാണാത്ത പോലെ തന്നെ ഓരോന്നാക്കി. അതിൽ ചായയൊക്കെ കുടിച്ച് അടുക്കളയിൽ പാത്രമൊക്കെ കൊണ്ടുപോയി വെച്ച്. അശ്വതിയാണേ അവിടെ ഒന്നും കാണുന്നുമില്ല. എന്താ മോനെ നോക്കുന്നത്? അല്ല അശ്വതി എവിടെ? കണ്ടില്ലല്ലോ. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമായിരുന്നല്ലോ. അവൾ കഴിച്ചു, റെഡിയാക്കാൻ പോയിക്കാം. ഞാനിപ്പോൾ കഴിക്കാം. അമ്മ കഴിക്കേ, ഞാൻ ടെറസിലൊന്ന് പോയി നോക്കട്ടെ. അവിടെ ടാങ്കിലേക്കുള്ള പൈപ്പിൽ ലീക്ക് പോലെ എന്തോ ഉണ്ട്, നോക്കട്ടെ. ആണോ? മാറ്റേണ്ടി വരുമോ? ഇല്ലമ്മേ, ഞാൻ നോക്കാതെ. ചെറിയ ലീക്കാടെ അടച്ചിട്ട് വരാം. അതിൽ നേരെ മുകളിൽ പോയി ഒരു കാരണം ഉണ്ടാക്കി പോയതാ അശ്വതിയൊന്ന് കാണാനായിട്ട്. അശ്വതിയുടെ മുറിയിൽ വാതിലടച്ചിരിക്കുന്നത് കണ്ട് അതിപ്പോയൊന്ന് മുട്ടി. ആരാ? അമ്മയാ? അല്ല, ഞാനാ അച്ചു. സാരി ഉടുക്കാനൊരു പച്ച കേട്ട് നിൽക്കുമ്പോഴായിരുന്നു അനിലിൻ്റെ വിളി. അവൾക്കാണേ എന്ത് ചെയ്യണമെന്നും അറിയില്ല. എന്താ ഏട്ടാ? നീ തുറക്കു വേണേ വേഗം. ഏട്ടാ ഞാൻ റെഡിയാവുക, കഴിഞ്ഞിട്ട് തുറക്കാം. വേണ്ട, ഇപ്പം തുറക്ക്, അമ്മ വരുന്നുണ്ട്, വേഗാവട്ടെ. അവൾ ഓടിപ്പോയി വാതിൽ തുറന്നു. അവളെ കണ്ടാൽ നോക്കി നിന്ന് പോയി. അകത്തേക്ക് കയറി അമ്മ കണ്ടാലുണ്ടല്ലോ. അനിൽ വേഗം അകത്തേക്ക് കയറി വാതിലടച്ച് പൂട്ടി. അശ്വതി അനിൽ കാണാതെ തിരിഞ്ഞു. അനിൽ നേരെ അവളെ ഇതാക്കി. ഒന്ന് കാണട്ടെ നിന്നെ വെളിച്ചതിൽ. അശ്വതി മുഖം താഴ്ത്തി നിന്നു. അനിൽ അവളെ ഒന്ന് അട്ടിമുടി നോക്കി. വലുതാട്ടോ, നല്ല വലിപ്പമുണ്ട്. അതൊക്കെ മൊത്തത്തിലൊന്ന് കണ്ട് അനിലാണേ സമനില തെറ്റാൻ തുടങ്ങി. കൈയോടെ അങ്ങോട്ട് പൊക്കിയെടുത്തു. ഏട്ടാ വീഴും കേട്ടോ. ഏട്ടാ നേരെ എങ്ങോട്ടായിരിക്കും വിഷയം വെച്ചിട്ടുണ്ടാവുക? ബെഡ്ക്ക് തന്നെ. അച്ചു എന്ത് ഭംഗി നിന്നെ കാണാൻ, സുന്ദരിയാനി. അവളത് കേട്ട് കോരിത്തരിച്ച്. എന്നിട്ട് എന്താ പറയുക, അവൾ ഓരോന്നിതാക്കുക. അല്ല അവളുടെ ഇതിൽ ഇങ്ങനെ പിന്നെ അവിടെ എന്തായിരിക്കുമല്ലേ. ചെറുങ്ങനെ കലാപരിപാടി തുടങ്ങാൻ നിന്നപ്പോഴേക്കും ഏട്ടാ എനിക്ക് സ്കൂളിൽ പോകാനുള്ളതാ എന്നൊരു ഇതും കൂടെ. എന്നിട്ട് ഓരോന്നാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് 8:30 കഴിഞ്ഞപ്പോൾ തന്നെ അശ്വതി അനിലോട് കെഞ്ചി പറയാൻ തുടങ്ങി. അവൾക്കാണെങ്കിൽ സഹിക്കണമില്ല, പക്ഷെ സ്കൂളിൽ പോയും വേണം. അവസാനം പ്ലീസ് ഇത് ചോദിച്ചിട്ട് ചാടി എണ്ണീട്ട് എന്നിട്ട് ഒന്ന് സെറ്റായി. അല്ലാണേ ഇതൊക്കെ നോക്കി കിടക്കയിൽ ഇങ്ങനെ കിടക്കുക, റെഡിയാവുന്നതേ. അങ്ങനെ അവൾ റെഡിയായപ്പോൾ എന്ത് ഭംഗിയെന്നറിയോ. അതിൽ അവൾ അടുത്തേക്ക് പോയി. ഏട്ടാ ഞാൻ പോവാടേ. അശ്വതി ഒരു മിനിറ്റ്. എന്താ ഏട്ടാ? അല്ല അവളിതാക്കിയിട്ട് നെറ്റിമ ഒന്നതാക്കി. അവളൊന്ന് എന്താ പറയുക, അവർ തമ്മിലൊരു സ്നേഹത്തിന് തുടങ്ങി തന്നെ പറയാം. അശ്വതി അവളെ നോക്കിക്കൊണ്ട് നിന്ന് പോയി. മോളെ നേരായല്ലോ. അമ്മ വാതിൽ തട്ടിയപ്പോൾ അശ്വതി ഞെട്ടിയെങ്കിലും മോളെ അവളുടെ വിളിയൊക്കെ ഇപ്പം വരാം അമ്മേ. അവൾ നന്നായിട്ട് ഇതാവുന്നുണ്ട്. അതിൽ അവളെ നോക്കി. എന്നിട്ട് വീണ്ടും ഏട്ടാ പോയിട്ട് വരാം, വന്നിട്ട് ഇതുപോലെ എനിക്ക് ഒന്ന് ഇതാക്കണം, തരില്ലേ? അവൾ അയാളെ നോക്കി വാതിൽ തുറന്ന് താഴേക്ക് പോയി. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് എല്ലാം അവളുടെ ചിന്ത അനിലിനെ പറ്റിയായിരുന്നു. ഇപ്പോൾ പോലും അയാളുടെ ഇത് മൊത്തം വായ്മയുണ്ട്. അവൾ സ്കൂളിലെത്തി. പിന്നെ ഓരോ തിരക്കുകളിലായി. അനിലാണെ ഒന്ന് ഫ്രഷായി കാറെടുത്ത് പുറത്തേക്ക് പോയി. നാട്ടിൽ തന്നെ എന്തായാലും പരിപാടി തുടങ്ങണ്ടേ. മുമ്പ് ജോലി ചെയ്തിരുന്ന കോൺട്രാക്ടറിനെ എല്ലാം പോയി കണ്ടു. അടുത്ത ആഴ്ച പുതിയൊരു ഹോസ്പിറ്റൽ വർക്കിന് കയറാൻ ആളും പറഞ്ഞു. ഇവിടെ 1000 രൂപയെ കിട്ടുള്ളെങ്കിലും ഇത് തന്നെയാണ് സുഖമെന്ന് ആൾക്കും തോന്നി. ദുബായിൽ നല്ല പൈസ ഉണ്ടെങ്കിലും കഷ്ടപ്പാട് മാത്രമാണ്. ഇവിടെ ഇനി അശ്വതിയെ വിട്ട് പോകാനും ആകില്ല. മീരയാണേ ഇന്നോ നാളെയൊന്ന് കിടക്കുക. അവളെയും അവസാനം ഇതിൽ ഒന്ന് പൊന്നുപോലെ നോക്കണം. അതിൽ വീട്ടിലേക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ശേഷം ഒന്നിറങ്ങി. അശ്വതി വരാനായി അയാൾ കാത്തിരുന്നു. അശ്വതി ആദ്യമായിട്ട് ഇതാക്കിയത് താനാണല്ലോ എന്നോർത്ത് അനിലിന് വല്ലാത്തൊരു അഭിമാനമായിരുന്നു. അശ്വതിയെ ഇനി ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാൻ അനിലാകുമായിരുന്നില്ല. അനിൽ മീരയെ സിറ്റൗട്ടിൽ കൊണ്ടുവന്നിരുത്തി. അമ്മയുണ്ടായിരുന്നു. അവർ മഴയും നോക്കി ചായയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴാണ് ദൂരെ നിന്ന് അശ്വതി വരുന്ന കണ്ട്. കുടിയും ചൂടി അവൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ അനിലിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വന്നു. ഗേറ്റ് തുറന്ന് അവൾ അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം നോക്കുന്ന അനിലിനായിരുന്നു. അനിൽ ചായയും കുടിച്ച് നോക്കിയപ്പോൾ എന്തോ അവളുടെ മുഖത്തൊരു സന്തോഷം അറിയാതെ വന്നു. അവളെ തന്നെ നോക്കുമല്ലേ, പിന്നെ സന്തോഷം വരാണ്ടിരിക്കുമോ അല്ലേ? ചേച്ചി ഇന്ന് ഫുൾ സന്തോഷത്തിലാണല്ലോ. നിനക്ക് ചുമ്മാ തോന്നുന്നതാ. അവൾ സിറ്റൗട്ടിലേക്ക് കയറി വന്ന് അനിലടുത്തേക്ക് കൂടി അവൾ പോയി. ചേച്ചിക്ക് ചായ വേണ്ടേ?
ഇപ്പം വേണ്ട, പിന്നെ കുടിക്കും. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മഴ പെയ്ത് സാരി മൊത്തം നനഞ്ഞിട്ടുണ്ട്. എന്നാൽ ചേച്ചി കുളിച്ച് പാ. അവൾ തിരിഞ്ഞു പോകുമ്പോൾ അനിലിനെ നിന്ന് നോക്കിയിട്ടാണ് പോയത്. അനിലോട്ടന്നെ ചാടി കഴിഞ്ഞിട്ട് മീര ഞാനൊന്ന് ഫോൺ വിളിച്ചിട്ട് വരാം. ദുബായിലെ കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ കൂടി കിട്ടാനുണ്ട്. ഇല്ലേ അത് പിന്നെ കിട്ടൂല. ഏട്ടനെന്നാ വൈകാതെ വിളിച്ചു നോക്ക്. അതിനിവിടെ റേഞ്ച് വേണ്ടേ, കട്ടായി പോവുക. രാവിലെ ഞാൻ വിളിച്ചിരുന്നു. മോനെ മുകളിലുണ്ടാവും റേഞ്ച്, അവിടെ പോയി വിളിച്ചു നോക്ക്. അതാ ഞാനും ആലോചിച്ച് ഞാനൊന്ന് വിളിച്ചിട്ട് വരാമേ. ഇപ്പോൾ വിളിച്ചാൽ ആ പൈസ അങ്ങോട്ട് കിട്ടും, പക്ഷേ വാങ്ങിച്ചെടുക്കാനാ പണി. കുറേ നേരം എടുക്കും. ഏട്ടൻ വിളിച്ചിട്ട് വാ. പിന്നെ മുറിയിലേക്ക് കിടത്തണോ? വേണ്ട, ഇവിടെ മതി. ഏട്ടൻ സാവകാശം വന്നാൽ മതി. ശരി. അനിൽ പറയുന്നത് സ്റ്റെപ്പ് കയറുമ്പോൾ അശ്വതി കേട്ട് നിൽക്കുക. അനിൽ എൻ്റെ അടുത്തേക്ക് വരാനുള്ള അടവാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം മുറിയിലേക്ക് പോയി. അനിൽ സ്റ്റെപ്പൊക്കെ ഓടിക്കയറി അശ്വതിയുടെ മുറിയിലേക്ക് വന്നപ്പോൾ അവൾ വാതിലടയ്ക്കാൻ നിൽക്കുകയായിരുന്നു. എന്താ ഓടി വരുന്നത്? നിന്നെ കാണാൻ. എന്തിനു നുണ പറഞ്ഞ് വരണ്ടേടി? അപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നു. നല്ല വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അശ്വതി വാതിലടച്ച് പൂട്ടി. അടയ്ക്കലോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരാതെ തീരുക. പിന്നെ അതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തക്കർപ്പനായിട്ടൊരു പരിപാടി തന്നെ ആയിരിക്കുമല്ലേ അവരവിടെ നടത്തട്ടെ, നമുക്കിവിടെ നടത്താം അല്ലേ? അപ്പോൾ കഥയൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ടെലിഗ്രൂപ്പിൻ്റെ കാര്യവും മറക്കണ്ട. അവിടെ ഇല്ലാത്തവരൊക്കെ അങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ. നല്ല രസമാണ് അവിടെ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നവരെ ബൈ.